സുധാകരന്റെ പ്രസ്താവനകൾക്കെതിരെ കോൺഗ്രസിൽ അമർഷം പുകയുകയാണ്. ഗവർണറെ പിന്തുണച്ചുകൊണ്ടുള്ള ഇന്നലത്തെ പ്രസ്താവനയ്ക്കെതിരെ നേതാക്കൾക്കിടയിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. സംഘപരിവാർ അനുകൂല പരാമർശമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. വിവരങ്ങളുമായി അമൽ തേനംപറമ്പിലുണ്ട്. അമൽ, ഈ സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ ഗവർണറെ പരാമർശിച്ചുകൊണ്ടുള്ള, ഗവർണറെ അനുകൂലിച്ചുള്ള കെ സുധാകരന്റെ അഭിപ്രായ പ്രകടനം. അപ്പോൾ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കോൺഗ്രസിനെ ഈ BJPയുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പറയുന്നുണ്ട്. അതിന് കൂടുതൽ ആക്കം നൽകുന്നതാണ് സുധാകരന്റെ പരാമർശം എന്ന രീതിയിലാണോ അത് കോൺഗ്രസിൽ ഒരു അമർഷത്തിലേക്ക് വഴിവെച്ചത്? സെനറ്റിലേക്ക് പ്രതിനിധികളെ നിശ്ചയിച്ചതിൽ ഗവർണർ കൃത്യമായി തന്നെയുള്ള ഇടപെടൽ നടത്തിയെന്നും അതിൽ പല ആളുകളും സംഘപരിവാർ അനുകൂലികളായ ആളുകളെയാണ് തിരികെ കയറ്റിയതെന്നുള്ള വിമർശനം നിലനിൽക്കുകയും അതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്യുകയാണ്. പ്രത്യക്ഷത്തിലുള്ള സമരപരിപാടികളിലേക്ക് KSU അടക്കമുള്ള സംഘടനകൾ ഇറങ്ങിയിട്ടില്ല എങ്കിൽ കൂടി അവരുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ പരസ്യമായ നിലപാടെടുത്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാടടക്കം അവർ പ്രഖ്യാപിച്ചത് ഗവർണർക്കെതിരെയുള്ള നിലപാടായി തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും RSSൽ യോഗ്യതയുള്ളവരുണ്ട് എങ്കിൽ, സംഘപരിവാർ അനുകൂലികളായിട്ടുള്ളവർ അങ്ങനെ ഉണ്ട് എങ്കിൽ, യോഗ്യതയുള്ളവരുണ്ട് എങ്കിൽ അവരെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? അവരും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു പ്രതികരണമാണ് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അനാവശ്യമായ ഒരു വിവാദമായിരുന്നു, അനാവശ്യമായ ഒരു പ്രസ്താവനയായിരുന്നു സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം ആളുകൾക്കുള്ളത്. ഈ വിഷയത്തിൽ AICC അടക്കം ഇത്തരം അനാവശ്യ പ്രസ്താവനകൾ അനവസരത്തിൽ ഉണ്ടാകുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്നും പാർട്ടി എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രചരണം ഉണ്ടാകാൻ ഉണ്ട് എന്നുമുള്ള കാര്യം കൃത്യമായി തന്നെ ദേശീയ നേതൃത്വം. ഈ തെരഞ്ഞെടുപ്പ് കൂടിയൊക്കെ ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള പരാമർശം അത് സ്വാഭാവികമായും എതിർചേരിയിലുള്ളവർ വലിയ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.